പ്രധാനവും ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും. അല്ലെ, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ മനോഹരമാകട്ടെ. ബന്ധങ്ങളാണ് സത്യം. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരെന്നാണ് സത്യം. അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പടം കൊണ്ട് തീരില്ല എന്നുള്ളതല്ലോ, അല്ലെ? ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചത്ര നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്, നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതാണെന്ന് ചോദിച്ചു. അല്ല, ഭാര്യ ഭർത്താവിനോട്. ഇദ്ദേഹം ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അത് ഇതിൽ വന്നിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വിധത്തിലുണ്ട്, അത് സംഭവിച്ചില്ല. ഇത് ദേഷ്യം വന്നു. ഇവിടെ ചോദിച്ചു, നമ്മുടെ കല്യാണം നടന്നില്ല, നമ്മൾ കുട്ടികളുണ്ടായില്ല, ഇതൊന്നുമല്ലേ, പിന്നെ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷം? ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഞാനിങ്ങനെ വരും. ഇത് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇങ്ങനെ പുഞ്ചിരിച്ചു വന്നിട്ട് സന്തോഷത്തോടെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാതിലിങ്ങനെ തുറന്നു. ആ കാഴ്ച കാണുക എന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. പക്ഷെ അത് ഒളിഞ്ഞു പോകുന്ന, തീർന്നു പോകുന്ന ഈ ലോകത്തെ വീടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ കിട്ടുന്നത് സ്വർഗത്തിൽ നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഉമ്മാർക്കും ഉപ്പാർക്കും കിട്ടുന്നത് അവിടെ ഞാൻ വരുമ്പോ നീ എനിക്ക് പറഞ്ഞു. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് പ്രകാരം അവിടെ വരെ തുടരുന്നതിൽ ബന്ധം ഇവിടെ നിന്നൊന്നും അവസാനിക്കില്ല. അത്രമേൽ ഹൃദ്യമായ ഒരു ആത്മബന്ധത്തിന്റെ സുഹൃത്തത്തിലേക്കാണ് ഓരോ ഇടയിൽ നിന്നും കൂടിച്ചേരുന്നത്. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ എന്ന് ആറ്റൂരിന്റെ ഒരു കവിതയുണ്ട്. അതുപോലെ മനോഹരമാകട്ടെ ബന്ധങ്ങൾ. പോയ മധുവിധു കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ. ആ പ്രണയവും ആനന്ദവും എപ്പോഴാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്നറിയോ? അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശിക്കാനുണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ടൈമിൽ പിന്നെയും കുറെ ഡിവൈഡ് ചെയ്ത് പല സാമൂഹിക പ്രവർത്തനങ്ങളായിട്ടും പല പല കാര്യങ്ങളായിട്ടും ഇങ്ങനെ പോകുമ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ എങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടി പിന്നെ ഭാര്യമാരോടുള്ള പങ്കുവെക്കൽ, സമയത്തിന്റെ ഒരു പങ്കുവെക്കൽ, അവർ കംപ്ലൈന്റ് പറഞ്ഞല്ലോ ഒരു തവണ, അങ്ങനെ ഒരു പങ്കുവെക്കലില് അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? എന്താണെന്നറിയോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനം തന്നെയായിരുന്നു. ഈ മനുഷ്യന് അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ തിരക്കുകളിലേക്കൊന്നും ഓടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മനുഷ്യർക്ക് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. അത് ഏതൊരു മനുഷ്യനായിരുന്നത് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, സാന്നിധ്യമാണ്. നമ്മളിങ്ങനെ രണ്ടാളും അടുത്തിരിക്കുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ പറയുന്നത് 10 കാര്യങ്ങൾ പറഞ്ഞ 8 കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ആകെ 2 കാര്യങ്ങളെ കേട്ടിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെയും എന്താ പറഞ്ഞു ഇരിക്കുന്നുണ്ടാവും. കാരണം ഞാനവിടെ ഉണ്ട്, എന്റെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ എന്റെ സാന്നിധ്യം അവിടെ ഇല്ല. ഇംഗ്ലീഷിലെ സാന്നിധ്യത്തിനും സമ്മാനത്തിനും ഒരേ വേർഡാണെന്ന് അറിയാമല്ലേ? എന്താണ് പ്രസന്റ്. ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസന്റ് കൊടുക്കുക എന്നറിയാം. ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് ഒരാൾ പ്രസന്റ് ആവുക എന്ന് പറയാം. അതിന്റെ കാരണത്തിലേ ഉള്ളൂ. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നുള്ളത് സാന്നിധ്യം. നമ്മുടെ മുമ്പ് ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഒന്നുകൂടെ പറയണമെന്ന് തോന്നുന്നത്. നമ്മുടെ മോന് 9 വയസ്സായിരുന്നു. ഇവന് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കയറി വരുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് വന്നിട്ട് എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്തെങ്കിലും തിരക്കിട്ട് ജോലിയൊക്കെ ആണെങ്കിൽ അവനോട് പറയും, മോൻ പോയി കിടന്നോ, അപ്പ വരാം പറയും. അവനെന്നെ അറിയാം നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാറേ ഇല്ല. അവൻ എപ്പോഴാണോ വന്നിട്ട് വിളിക്കുന്നത് അപ്പൊ അവന്റെ കൂടെ പോകും. കാരണം എന്താണെന്ന് ഒറ്റ കാര്യം ആലോചിച്ചതാണ്. കുറെ കാലം കഴിഞ്ഞാണ് നമുക്ക് ഈ തിരക്കൊക്കെ തീരും അല്ലെ? ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വടി കുത്തി വരുന്ന സമയത്ത് ആ മോനുണ്ടാവും അവിടെ ലാപ്ടോപ്പിന്റെ മുമ്പിലൊക്കെ ഇരിക്കണം. അപ്പൊ അവനോട് വന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്, മോനെ അപ്പന്റെ കൂടെ കുറച്ച് നേരം കിടക്കുവോ,
കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്കും അപ്പൊ ഉറങ്ങിക്കോളാം എന്ന് നമ്മൾ അവനോട് ചോദിക്കുമ്പോ അവൻ അന്ന് നമുക്ക് തരേണ്ട ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇന്ന് നമ്മൾ അവന് കൊടുക്കണം. എന്നാലേ ആ മറുപടി അവൻ അന്ന് തരുള്ളൂ. ഇതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഏത് തിരക്കിനിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. അത്രയേറെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പറ്റിയെങ്കിൽ 2 ഫോണുമാണ്. ഒന്ന് നമ്മുടെ കുടുംബത്തിനാണ്. ഏത് സമയവും അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കും. പ്രായമേറിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങളുടെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ചിറക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം കാരുണ്യത്തിന്റെ. ഇതൊരു വാക്കാണ്, കവിത പോലെ മനോഹരമാണ്. നിങ്ങളുടെ ചിറക് അവർക്ക് വേണ്ടി ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാല് അവരത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടാൻ പാടില്ല. നമ്മൾ അവർക്ക് അവൈലബിൾ ആകണം എന്നാണ് എന്റെ അർത്ഥം. അതേപോലെ തന്നെയാണ് ഇത്. നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ അർത്ഥത്തിലൊന്നല്ല നമ്മുടെ ബന്ധങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടില്ല. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ ഫ്രീ ആവണം. എന്നാൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ മനോഹരമായിരിക്കും. ഉറങ്ങുന്നതിന്റെ അത് ശാസ്ത്രവാദിനെയാണ് പറയുന്നത്, മനസ്സിലാകുന്നത്. ഉറങ്ങുന്നതിൽ 1 മണിക്കൂർ മുമ്പ് അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കിനെ തന്നെ അത് ബാധിക്കും. ഡീപ്പായ നല്ല ഉറക്കുപോലും നമുക്ക് കിട്ടില്ല, ഡീപ്പായ നല്ല ബന്ധങ്ങളും കിട്ടില്ല. അല്ലെ, ക്വാളിറ്റി ടൈം ഏറ്റവും കൂടുതൽ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അയാളുടെ ബന്ധങ്ങൾ അയാളുടെ അടുത്തേക്ക് വരും. കാരണം നമ്മളിതിലിങ്ങനെ തൊട്ട് തോണ്ടി തലോടിക്കൊണ്ടിരിക്കുകയാണ്. ലളിത പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും കുറെ മനുഷ്യന്മാരെ നമുക്ക് തന്നത് ടു ബി ലവ്ഡ്, സ്നേഹിക്കുവാനാണ്. നമ്മളെ കൂടെ കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ തന്നത് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാനാണ്. ഉപയോഗിച്ചിട്ട് അത് അവസാനിപ്പിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നേരെ തിരിച്ചാണ്. ഉപകരണങ്ങളാണ് സ്നേഹിക്കുന്നത്. എന്തായിരുന്നാണ് മനുഷ്യന്മാർക്ക് നമ്മള് അവരെ ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കികളായി. ടു ബി യൂസ്ഡ് മനുഷ്യന്മാരാവുന്നു, ടു ബി ലവ്ഡ് ഉപകരണങ്ങളും ആവുന്നു. ഇത് ചെറിയ ദുരന്തമല്ല. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ഭംഗിയാവും കാര്യങ്ങൾ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അറിയാം, തുടങ്ങാനുള്ളതുപോലെ അവസാനിപ്പിക്കാൻ ഒരു സമയം കണ്ടെത്തി. നമ്മളിത് ആരംഭിക്കാനൊരു സമയം ഉണ്ടാവില്ല. അതേപോലെ ഈ സമയത്ത് ഞാനിത് അവസാനിപ്പിക്കും എന്നുകൂടി ഒരു നിശ്ചയം ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് തുടങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവസാനിപ്പിക്കൽ അല്ലെ അനിയന്ത്രിതമായി നീണ്ടുപോവുക ചെയ്യും. പറഞ്ഞത് ഇതാണ്, ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യം നല്ലത്, അത് അവരുടെ അവകാശമാണ്. അത് നമ്മുടെ മക്കളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഒക്കെ അവകാശമാണ് ക്വാളിറ്റി ടൈം എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് പരിഹാരം? അദ്ദേഹം ആലോചിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഉമ്മ മരിച്ചു. നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വാപ്പയും മരിച്ചു. ആണോ? എന്നാ നിങ്ങളുടെ കാര്യം ചെയ്യും, നല്ലോണം പ്രാർത്ഥിക്കൂ, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അതേ ഇത് പറയാനുള്ളത്. അദ്ദേഹത്തോട് പോയി കഴിഞ്ഞതിന് ശേഷം സഹാബികൾ ചോദിച്ചു, അതെന്താ ഒരുപാട് പാപങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ ചവിട്ടുന്നിടത്ത് ചവിട്ടുന്ന സഹാബിയാണ്. അത്രയേറെ റസൂലിന്റെ പ്രിയപ്പെട്ടവനാണ്. ആ സഹാബി പറയാണ്, അതെന്താ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? നമ്മുടെ ഉമ്മനെ ഉപ്പനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിയും. ക്വാളിറ്റി ടൈമാണ്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഉമ്മ ഇങ്ങനെ തൊടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോവുക. ഇതൊക്കെയാണ് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ആഴത്തിൽ ആലോചിച്ചാൽ എന്താണ്? ഉമ്മാക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല സമയമാണ്. അടുത്തൊരാൾ ഉണ്ടാവുമ്പോഴല്ല, അങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങൾ മനോഹരമാണ്. ഞാനൊരാളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊരു ചോദ്യങ്ങൾ ഉയരുന്നത് അതുകൊണ്ടാണ്. ഞാനിങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ?
ആ ശ്രദ്ധയുടെ ആഴം പതുക്കെ പതുക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങുക അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനടുത്തൊരു നിക്കാഹിന് പങ്കെടുക്കാൻ വേണ്ടി പോയത്. നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാള് വന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അജയ് രാഘവൻ എന്നാണ്, ഒരു മാഷാണ്. അപ്പൊ അദ്ദേഹം വന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് കുറേ ഞങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സൂപ്പർ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല സൈസുള്ള ആളാണ്. പിന്നെ ആകെ ചെയ്യാവുന്ന കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടു. അപ്പൊ അദ്ദേഹം നമ്മുടെ കയ്യിൽ തൊട്ടു. ഇങ്ങനെ 3 കൈകൾ, അദ്ദേഹത്തിന്റെ കൈ, നമ്മുടെ കൈ, പിന്നെ അദ്ദേഹത്തിന്റെ കൈ, ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തൊട്ടിട്ടാണ് ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തന്നെ. ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ച ഞങ്ങളുടെ ഒന്നും മുഖങ്ങളായിരുന്നില്ല, ആ കൈകള്. ഒരു മനുഷ്യനെ ഇങ്ങനെ തൊടുമ്പോ അവിടെ ചെറുതല്ലാത്ത പലതും സംഭവിക്കുന്നുണ്ട്. ഒരു തിരക്ക് പിടിച്ച റോഡിന് അരികിലൊരു വീടുണ്ട്. അവിടെ ചെറിയ മോനുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ഉള്ളത് റോട്ടിലേക്ക് ഓടും. പല സമയത്തും അവന് ചെറിയ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്, കാരണം അത്രയും തിരക്കുള്ള റോഡാണ്. ഇവൻ ഇങ്ങനെ ഒരു കുസൃതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവന്റെ ഉമ്മ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ അവൻ എപ്പോഴാ ഓടുന്നത് എന്ന് വളരെ ഒബ്സർവ് ചെയ്തിരിക്കും. ഓടുന്നത് കണ്ടാൽ ഓടി ചെന്ന് ആ ഉമ്മ അവനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവന് കുറച്ചൊക്കെ വലിയ കുട്ടിയായി. ഒരു ദിവസം ഉമ്മ അവനോട് ചോദിച്ചു, മോനെ ഓർമ്മയുണ്ടോ റോട്ടിലേക്ക് ഓടിയത്? എന്റെ മനസ്സിൽ തീയായിരുന്നു, യാതൊരു സമാധാനം എനിക്ക് ഉണ്ടായിരുന്നില്ല. മോൻ അറിയില്ല റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്ന്. ആ പിന്നെ ഇതിനെ ഓടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അവൻ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കറിയായിരുന്നു റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്നൊക്കെ. പിന്നെ ഞാൻ ഓടിയത് എന്തിനാണെന്നറിയോ? ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കാനായിരുന്നു. ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഉമ്മ ഓരോ ജോലികളുടെ തിരക്കിനിടയിൽ അത് മറക്കുമല്ലോ. അപ്പൊ ഉമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് ഓടിയിരുന്നത്. ആ കുട്ടി ഉണ്ടല്ലോ, ഒരു കാലത്ത് നമ്മുടെ ഉള്ളില് ആ കുട്ടി മുതിർന്ന കുട്ടിയാവൂല. അങ്ങനെ ഒരു കുട്ടി ഇല്ലാത്ത ഒരാളും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു കുട്ടി ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്, ആരെങ്കിലും ഒന്ന് സാരല്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്, അതൊക്കെ പോട്ടടാ എന്നൊരൊറ്റ വാക്കിന്റെ തണുപ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ചേർത്ത് പിടിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ. അത് മനുഷ്യന്മാർക്ക് വേണ്ടത് എത്രയേ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്വീകരിക്കുകയും ആ മനുഷ്യന്റെ വേദനകളിലും ആനന്ദങ്ങളിലും ദുഃഖങ്ങളിലും പരിഭവങ്ങളിലും ആ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരാളെ തേടാത്തൊരു മനുഷ്യനുമില്ല. ഈ ബന്ധങ്ങളൊക്കെ പഠിച്ചോ നമുക്ക് തന്നത് അതിനാണ്. നമ്മുടെ അരികത്തുള്ള മനുഷ്യൻ അത്രമേൽ പ്രധാനവുമാണ്. റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കഥ വായിച്ചത് ഓർമ്മയുണ്ട്. വയലില് ജോലി ചെയ്യുന്ന ഒരു പാവ അമ്മയാണ്. ആ അമ്മയ്ക്ക് ഒരു ചെറിയ മോനുണ്ട്. ഈ മോനെ കൊണ്ടാണ് പാടത്തേക്ക് ജോലിക്ക് പോവുക. ഒരു ദിവസം മോനെ ഇങ്ങനെ വരമ്പത്ത് കിടത്തിയിട്ട് ഉറക്കിയതിനു ശേഷം അമ്മ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ചില അത്യാവശ്യങ്ങൾക്ക് അമ്മയ്ക്ക് കുറച്ച് ദൂരേക്ക് പോകേണ്ടി വന്നു. ഈ കുട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അമ്മയെ കാണാനില്ല, ഉറക്കൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ ആളുകളെ കൂടിക്കൂടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ ആരാണ്? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അമ്മ. അമ്മയെ കാണാൻ എങ്ങനെയാണ്? അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ്. അല്ല, അമ്മ എങ്ങനെയാണ്? അമ്മ ഏറ്റവും നല്ല മിടുക്കിയുമാണ്. ഏറ്റവും നല്ല മിടുക്കി, ഏറ്റവും നല്ല സുന്ദരിയാണ് അവന്റെ അമ്മ. കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവരുടെ സൗന്ദര്യ സങ്കല്പ പ്രകാരം യാതൊരു ഭംഗിയില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊന്നും അനുസൃതമല്ലാത്ത, അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഒന്നും യോജിക്കാത്തൊരു സ്ത്രീയായിരുന്നു ആ വന്ന സ്ത്രീ. പക്ഷെ ആ കുട്ടിയുടെ കണ്ടിലോ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിരുന്നു. ഭ്രാന്തനും കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത മജ്നുവിനെയാണോ നീ പ്രേമിക്കുന്നത് എന്ന് ലൈലയോട് ചോദിച്ചപ്പോൾ ലൈല അതിന്
കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്. മജ്നുവിന്റെ സൗന്ദര്യം കാണുന്നെങ്കിൽ ലൈലയുടെ കണ്ണു വെച്ചിട്ട് നോക്കണം. അല്ലെ, ഏതൊരു ബന്ധവും മനോഹരാകുന്ന എപ്പോഴാണെന്നറിയാം, ആ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കണം. അത്രമേൽ അഗാധമായ സ്നേഹം മനുഷ്യന് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ടിയല്ല മനുഷ്യൻ. അതിനാണ് പഠിച്ചത് നമ്മൾക്ക് ബന്ധങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ആ അർത്ഥത്തില് ബന്ധങ്ങളെ ഒരാൾ മനോഹരമാക്കുക എന്നുള്ളതാണ് പഠിച്ചോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ്. രണ്ടു തരം ബന്ധങ്ങളുണ്ട് മനുഷ്യന്, അല്ലെ. ഒന്ന് രക്തബന്ധങ്ങളാണ്. രക്തബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നതല്ല, പഠിച്ചോന്റെ സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. നമ്മളിങ്ങനെ വരുമ്പോ തന്നെ ഉണ്ടാവും നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ. പിന്നുള്ളത് വ്യക്തിബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ അടക്കമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് ഉണ്ടായിത്തീരുന്നതാണ്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു ബന്ധമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെ. രക്തബന്ധമാണോ എന്ന് വെച്ചാൽ അല്ല, വ്യക്തിബന്ധം കുടുംബബന്ധം അങ്ങനെ വല്ലതും ആണോ എന്ന് വെച്ചാൽ അതുമല്ലെന്ന് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അഗാധമാണ് ആ ബന്ധം, ആഴമുള്ളതാണ് ആ ബന്ധം. അതാണ് എന്ത് വിവാഹബന്ധം എന്ന് പറയുന്നത്, അല്ലേ. രക്തബന്ധമാണോ അല്ല, എന്നാ കേവലമായ വ്യക്തിബന്ധവും കുടുംബബന്ധം എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അത്രയും പറഞ്ഞാൽ പോരാ. അതിനേക്കാളൊക്കെ അഗാധമാണ്, ആഴമുള്ളതാണ്. നമ്മുടെ ഉമ്മ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ. നമ്മുടെ വാപ്പ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങളുണ്ട്, കാണാൻ പാടില്ലാത്ത ചില സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് കാണാനോ വരാനോ പ്രവേശിക്കാനോ കേൾക്കാനോ ഒന്നും യാതൊരു തടസ്സമില്ല. അയാൾ കുപ്പായം പോലെയാണെന്നാണ് ഉടൻ തന്നെ പറഞ്ഞത്, വസ്ത്രം പോലെയാണെന്നാണ് പറഞ്ഞത്, അല്ലെ. ഇത്ര സുന്ദരമായൊരു മെറ്റാഫറാണ് അത് ആലോചിച്ചപ്പോ. ഉന്ന ലിബാസുല്ലക്കും ആനത്തുൽ ലിബാസുല്ലവനാണ്. ഉടുപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടാളൂ. അത്ര ഭംഗിയുള്ള ഒരു ഉപമയാണത് എന്ന് അന്വേഷിക്കുന്നു. എന്തിനാ വസ്ത്രം? ഭംഗിയാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ സുരക്ഷിതത്വമാണ്. നമ്മുടെ ശരീരത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആളാണ് വസ്ത്രം. ഭംഗിയാണ് വസ്ത്രം. അതൊക്കെ പോട്ടെ, വസ്ത്രം കാണാത്തൊരു രഹസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, അല്ലെ. കാരണം മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്ന വസ്ത്രം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വസ്ത്രത്തിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ വല്ലതുണ്ടാവും. അതാ വെറുതെ പറഞ്ഞതല്ലത്. 2019 അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, അല്ല. ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ സാധ്യവുമാണ്. അത്രമേൽ മനോഹരമായ ഉപമയാണ് ഖുർആൻ വസ്ത്രം എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചത്. പരസ്പരം മറച്ചു വെക്കാനൊന്നുമില്ല, പറയാത്തതും പങ്കുവെക്കാത്തതായിട്ടൊന്നുമില്ല, ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ല. അവൾ അറിയാത്തൊരു പാസ്വേഡ് ഇല്ല, അവൻ അറിയാത്തൊരു ലോക്ക് വേറില്ല, അവൾ അറിയാത്തൊരു അക്കൗണ്ട് എനിക്ക് വേറില്ല. ഇതാണ് ലിബാസ് എന്ന് പറഞ്ഞത്. ചെറിയ കാര്യമില്ലത്, അല്ലേ. ഇതാണ് ഒന്നാമത് പറയുന്നത്. ഇതാണ് ഒന്നാമത്. സൗജ എന്നൊക്കെയാണ് ഖുർആൻ ഭാര്യ ഭർത്താവിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പ്രയോഗം തന്നെ മനോഹരമായ പ്രയോഗമാണ്, അല്ലെ. ഭാര്യ എന്നും ഭർത്താവ് എന്നും അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട്. പക്ഷെ ഖുർആൻ അതല്ല ഉപയോഗിച്ചത്. ഇണയും തുണയും എന്നാണ് പറയുന്നത്. അസുവാജ് എന്ന് പറഞ്ഞാൽ ഇണയും തുണയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഇണയും തുണയുണ്ട്. സസ്യങ്ങളിലുണ്ട്, മരങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്, ജന്തുക്കളിലുണ്ട്, ഒക്കെ ഇണയും തുണയുണ്ട്. അവിടെ നിന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന്റെ ബന്ധങ്ങളിൽ ആരും കുഴപ്പമില്ല. മറ്റേ കാരണമുള്ളൂ, ഒന്ന് ഭാര്യയും മറ്റേ ഭർത്താവും. ഒന്നാകുന്നത് നമ്മൾ പറയും. ഒന്നാകുമെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേയാളെ വിഴുകലൊന്നുമല്ല, ഇങ്ങനെ ചേർന്ന് നിൽക്കലാണ്. ഒരാൾ മറ്റേയാൾക്ക് സപ്പോർട്ടാവലാണ്. അതിനെന്താ വേണ്ടത്? അതിന് അയാൾ എങ്ങനെയാണോ അങ്ങനെയാണോ സ്വീകരിക്കണം. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്, അല്ലെ. ഞാൻ നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും പ്രണയിക്കുന്നു എന്ന് പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല.